Hey guys, welcome back to our channel. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആട്ടോ. നമ്മൾ ഇന്നൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മളൊരു കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 30 days 30 new things ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് വീഡിയോ ഉണ്ട്. അതിലെ ഒരു ചലഞ്ചാണ് ട്രൈ എ ന്യൂ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേവരെ ട്രൈ ചെയ്യാത്ത ഒരു പുതിയ റെസിപ്പി ഞാൻ ട്രൈ ചെയ്യുന്നു. മേ ബി അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കാം, ഇതിൽ ഓൾറെഡി ഉള്ളൊരു റെസിപ്പി ആയിരിക്കാം. പക്ഷെ ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാനത് പുതുതായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ആ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്താണ് റെസിപ്പി എന്നുള്ളത് നിങ്ങളോടും ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം വേറൊന്നുമല്ല ഗൈസ്, ഒരു വടയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വട എന്ന് കേട്ടിട്ടുണ്ട്, ഉഴുന്നുവട, ഉള്ളിവട, കുറേ വടകൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് വടയാണ്. പരിപ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് ആണ്. അതായത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മറ്റൊന്നുമല്ല, ഗ്രീൻ പീസ് വട. നിങ്ങൾ എന്തായാലും ഗ്രീൻ പീസ് വട കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്, വേറൊരാൾ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എന്നാൽ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഒരു ട്രൈ ന്യൂ റെസിപ്പിയിൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് ഗ്രീൻ പീസ് വട. ഗൈസ്, ആഗോള മലയാളികളുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഐസ്ക്രീം ഡപ്പിക്കകത്ത് എന്താ നോക്കാം, ക്യാരറ്റ്, ഇതുപോലെയൊക്കെയാണ് ഇവിടെയും തേങ്ങ. അപ്പോൾ ഇവിടെ നമുക്കൊരു സാധനമുണ്ട്, അതേ ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് കൂടാതെ നമുക്ക് ഒരു ചെറിയ ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉള്ളിയും കൂടെ വേണം കേട്ടോ. ഉള്ളിയോ സവോള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ഗ്രീൻ പീസ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിത് തലേ ദിവസമേ ഈ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ. ഉപ്പ് മാത്രമല്ല, ലേശം ഒരു കൈവെള്ളം പോലെ വെള്ളം തളിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം എൻ്റെ മിക്സി കുറച്ചൊന്ന് അരഞ്ഞു വരാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ്. കാരണം വെള്ളം കൂടിപ്പോയാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ ഇത് ഒരുപാട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് പേസ്റ്റ് ആവണതാ. ഇതുപോലെ ഇരുന്നാൽ മതി. ഇടയ്ക്ക് ഗ്രീൻ പീസൊക്കെ ഇതുപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇരിക്കണം, അതായത് ഭയങ്കര പേസ്റ്റായി പോകരുത്. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ കിട്ടില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വയ്ക്കുക. ഇതിലേക്ക് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു ചെറിയൊരു കളർ വ്യത്യാസത്തിനൊക്കെയാണ്, അത് അത്യാവശ്യമില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അത് വളരെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ പൊടിക്കൈകളാട്ടോ. കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി റവ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റവയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതെല്ലാം ഓപ്ഷണലാണ്, നമ്മൾ എന്ത് ചേർക്കുന്നു അതനുസരിച്ചിട്ടിരിക്കും കേട്ടോ. പിന്നീട് കുറച്ച് കട്ടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം കോൺഫ്ലോറും ചേർക്കാം കേട്ടോ. കോൺഫ്ലോർ ചേർത്ത് നമ്മൾ വട ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ കുഴച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ലൂസായതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ മൈദ ചേർത്തത് കേട്ടോ. ഒരുപാടൊന്നും ചേർക്കണില്ല, ഒരേ ഒരു സ്പൂൺ ചേർക്കുന്നുള്ളൂ. കോൺഫ്ലോർ ചേർത്താലും നല്ലതാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇങ്ങനെ പൊത്തി അവിടെ കുറച്ച് നേരം വെക്കാം കേട്ടോ. ഇനി നമ്മൾ പിടിച്ചു നോക്കണം, അതായത് നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പിന് കിട്ടുന്നുണ്ടോ, ആ ഒരു കട്ടിയും കനം കിട്ടുന്നുണ്ടോ എന്നൊന്ന് പിടിച്ചു നോക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. ഇനി നമുക്ക് പതിയെ എണ്ണയൊക്കെ ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച് നമ്മൾ ചട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചട്ടി വെച്ച് അതിലേക്ക് ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നോർമൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മുക്കി പൊരിക്കുന്നൊന്നുമില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ആകെ 3-4 ഇതിനകത്ത് മുക്കി പൊരിക്കാറുള്ളൂ. അപ്പം വെളിച്ചെണ്ണ അവിടെ ചൂടാവട്ടെ. ആ സമയത്തിന് നമുക്കിത് ഉരുള ഉരുട്ടി വയ്ക്കാം ഗൈസ്, അതൊരു വലിയ കരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈയിലും നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് തടവുക. എന്നിട്ട് ഉരുള അങ്ങോട്ട് പിടിക്കുക. ഉരുള പിടിച്ചിട്ട് ഒരു കൈയുടെ ഉള്ളം കൈയിലേക്ക് അതങ്ങ് വെച്ചിട്ട് മറ്റേ കൈ അതിന് മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വടയുടെ ഷേപ്പ് നമ്മൾ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ചിലർ വട ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് വരുന്നില്ല, പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഭാഗം ശ്രദ്ധിച്ചാൽ മതി. നല്ല പോലെ അങ്ങോട്ട് ഉള്ളം കൈയിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. നമ്മുടെ മാവിന് അത്യാവശ്യം കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കിട്ടും. ഇനി ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നുമില്ല, കാരണം നമുക്ക് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത് വെക്കുന്നതിൻ്റെ എളുപ്പപ്പണി അതാണ്.
അപ്പോൾ ഇനി നല്ലപോലെ അവിടെ കിടന്നൊന്നും മുരിയട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗമൊക്കെ മുരിയും, ഉൾഭാഗം വേവത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് അപ്പുറത്തെ ഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. നല്ലപോലെ ആ ഭാഗം മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മുരിഞ്ഞൊരു ബ്രൗൺ കളറായിട്ട് തിരിച്ചിട്ടാൽ മതി. പക്ഷെ എനിക്ക് അത്രത്തോളം മുരി വേണ്ടാത്തത് കൊണ്ട് ഞാൻ നേരെ തിരിച്ചിട്ടു കേട്ടോ. ഇനി ഇപ്പുറത്തെ വശവും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് അവിടെ കിടന്നൊന്ന് വേവട്ടെ. ഉള്ള അത്യാവശ്യത്തിന് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. കാരണം പുറം ഭാഗം കുറച്ച് മൊരിയണമെന്ന് നിർബന്ധമുള്ളവർക്കായിട്ട്. ദാ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടി ഒരു കട്ടനും കൂടെ ആയപ്പോൾ ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഗ്രീൻ പീസ് വടാത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് പകുതിയായിട്ടോ. അപ്പോൾ സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ പരിപ്പുവട കഴിക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് മറ്റേ ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റവയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവർ ആണെങ്കിൽ ആഡ് ചെയ്യട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് കട്ടിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ വട കഴിക്കണ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അറ്റമൊക്കെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടോ ചേട്ടാ, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റെസിപ്പി. എന്നാലും കിട്ടുന്ന റെസിപ്പിയാണ്. നമ്മൾ ഈ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് പലഹാരം കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഗ്രീൻ പീസാണ്, ഹെൽത്തിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ചിലർക്ക് ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് പിടിക്കൂല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സെറ്റ് സാധനമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓടിപ്പൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. കാരണം ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതേ റെസിപ്പി എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.